നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏത് തെരഞ്ഞെടുപ്പും ആവട്ടെ, അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്ക് സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാവട്ടെ, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത് അവിടെ മത്സരിക്കുക, തങ്ങൾക്ക് 10 വോട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ വോട്ട് ഞങ്ങളുടേതാണ് എന്ന് കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് തന്നെയാണ് മാന്യമായ രാഷ്ട്രീയം. അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ അതായത് പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന തിരിച്ചടിയും അല്ലെങ്കിൽ ഫലപ്രഖ്യാപനവും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. പറഞ്ഞു വരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ചാണ്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ജനാധിപത്യ പാർട്ടി എന്ന് അവർ തന്നെ അവകാശപ്പെടുകയും അത്തരത്തിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ്. നമുക്കറിയാം, കേരളത്തിൽ അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഒരു ലോക്സഭാ MP അവർക്ക് ഇവിടെ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. സുരേഷ് ഗോപി ഇപ്പോൾ MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അത്തരത്തിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ പറയുകയും പിന്നീട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ആദ്യം BDJSന് സീറ്റ് കൊടുത്തു, പിന്നീട് അവർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് കേരള കോൺഗ്രസിൽ പലതരത്തിലുള്ള കോൺഗ്രസിൽ മാറി മാറി നിന്ന മോഹൻ ജോർജിനെ ഒടുവിൽ സ്ഥാനാർത്ഥിയാക്കി അവർ എടുക്കുകയും ചെയ്തു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവ് വോട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ മാനങ്ങൾ വരുമ്പോൾ, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മോദി സർക്കാരിന്റെ വികസനമൊക്കെ ചർച്ച ചെയ്ത് കേരളത്തിൽ വലിയ ഓളമുണ്ടാക്കി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുമ്പോൾ നടന്നൊരു മത്സരത്തിൽ ഒരു 10,000 വോട്ടുകൾ പോലും അവിടെ പിടിക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്നത് വളരെ ദയനീയമാണ്. BJP നേതൃത്വം ഇനിയെങ്കിലും ആത്മാർത്ഥതയോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം തന്നെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള 10 വോട്ടർമാർക്ക്, അല്ലെങ്കിൽ 10 BJPക്കാർക്ക്, അല്ലെങ്കിൽ 100 BJPക്കാർക്ക് അവർക്ക് എന്താണ് തോന്നുക, അവർ ആർക്കാണ് വോട്ട് ചെയ്യുക? ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എൻ്റെ മണ്ഡലത്തിലുള്ള എന്നെ വിശ്വാസമില്ലേ എന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോവുക. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പറഞ്ഞത് ആ വാക്കുകൾ കുളമായി എന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വരുന്ന ഈ ഫലപ്രഖ്യാപനമൊക്കെ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും 100 വോട്ടാണെങ്കിൽ 100 വോട്ട് കിട്ടി ജയിക്കുകയോ തോൽക്കുകയോ എന്നതല്ല രാഷ്ട്രീയം എന്ന് കരുതി മുന്നോട്ട് പോകാൻ തന്നെയാവും BJPക്കാർ ശ്രമിക്കുക. അത് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് BJPയെ നയിക്കുന്ന ആളുകളും മനസ്സിലാക്കിയാൽ നന്നാവും.